ഹല്ലേലൂയ. ബൈബിൾ സ്റ്റഡി ആരംഭിക്കുവാൻ പോവുകയാണ്. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയുടെ ആധാരമായിട്ട് 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. 1 Samuel chapter 3 and verse 15. കർത്താൻ ദാസന് ജോർജ് ഞാൻ പറയുന്ന പോലെ എല്ലാം വേദവസം ഉള്ളവരൊക്കെ വേദവസം എടുത്ത് വായിച്ചിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് നല്ലതാണ്, പെട്ടെന്നൊക്കെ എടുക്കാനും റെഫറൻസിന്. പക്ഷെ നമ്മളെ വേദപുസ്തകം നോക്കി വായിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു അനുഗ്രഹമുണ്ട്. 1 ശമൂവേൽ 3:15 വാക്യം. പിന്നെ ശമൂവേൽ രാവിലെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്നു. എന്നാൽ ഈ ദർശനം ഏലിയെ അറിയിപ്പാൻ ശമൂവേൽ ശങ്കിച്ചു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഇവിടുത്തെ പാദപീഠത്തിൽ ആരാധിപ്പാൻ എൻ്റെ ജനമായ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, അവിടെ ഞങ്ങളുടെ ദൈവവും കർത്താവും എന്ന് പറയുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ബലപ്പെടുത്തിയിരിക്കുന്നതിനായി സ്തോത്രം. ഈ പകൽക്കാലം ഒരിക്കൽ കൂടെ ക്രിസ്തു യേശുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ഞങ്ങളുടെ ദൈവത്തിന് എല്ലാ സ്തുതിയും എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ഓർമ്മയോടുകൂടെ തിരുസന്നിധാനത്തിൽ ഇരിപ്പാൻ ഈ പകൽക്കാലം ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് 1 ശമൂവേലിൻ്റെ പുസ്തകം. വേദപുസ്തകം വായിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് വിശ്വാസ കോളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. ദൈവം ഒരു പുതിയൊരു ഫേസിലേക്ക് താൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ആദ്യത്തെ പടിയായിരുന്നു. ഓൾ ദീസ് ഇയേഴ്സ് അവർ എങ്ങനെയായിരുന്നു? അവർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്നു. ചില അവരുടേതായ മോശയുടെ ചട്ടങ്ങളും പ്രമാണങ്ങളും പുരോഹിതൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളും ചടങ്ങുകളും വഴിപാടുകളും അവരുടേതായ യാഗങ്ങളും അവരുടെ ഉത്സവങ്ങളും ഒക്കെ കൊണ്ടാടി അങ്ങനെ ഇന്നത്തെ ജനം പോകുന്ന പോലെ ഒരു പോക്കായിരുന്നു. നമ്മളും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. നമുക്കൊരു ആരാധന, ഇടയ്ക്കൊരു സന്തോഷത്തിനൊരു ഉപവാസ പ്രാർത്ഥന, പിന്നെ നമ്മൾ ഇച്ചിരൂടെ അഡ്വാൻസ്ഡാണ്. നമുക്കൊരു ചെയിൻ പ്രെയർ, പിന്നെ ഒരു വീക്ക്ലി പ്രെയർ, പിന്നെ സെൽ ഗ്രൂപ്പ് മീറ്റിങ്. ഐ ആം വെരി ഹാപ്പി. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. Likewise, the people were also happy. But there was something wrong going on in between that. പോൽക്കാലം നമ്മൾ അതാണ് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഡിസിപ്ലിൻ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ആർ വി ഡിസിപ്ലിൻഡ്? നമ്മൾ ഡിസിപ്ലിൻഡ് ആണോ എന്ന് നമുക്ക് ഈ 1 ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ, ആദ്യത്തെ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ആലയത്തിൽ യാഗങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എവ്രിതിങ് വാസ് ഗോയിങ് ഓൺ അക്കോർഡിംഗ് ടു അവിടെ ഒരു ചാർട്ട് ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ചെല്ലാം അല്ലേ, ഇത്ര മണിക്ക് ഇതുണ്ട്. ഇപ്പം നമ്മുടെ ശമൂവേൽ, ഏലി പുരോഹിതൻ ബാലനായ ശമൂവേലിനോട് പറയുന്നുണ്ട്, മോനെ ഇത് കിടുന്നതിന് മുമ്പ് പോയി കിടന്നോണം. അപ്പോൾ അതൊക്കെ ഒരു ചിട്ടയാണ്. ദേ ഓൾ ഫോളോ ദാറ്റ് അല്ലേ. ഇവിടെ നമ്മളെ കുഞ്ഞുങ്ങൾ വന്ന 10 മണിക്ക്, ഇപ്പോൾ ഞാൻ വന്ന് ചോദിച്ചെന്താ ഒരു പിള്ളേരോട്, നിങ്ങൾ സൺഡേ സ്കൂളിന് പോയില്ലേ? ഇല്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവർക്കറിയാം. വി നോ 10 o'clock, between 10 and 10:10 സൺഡേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് വന്ന ഉടനെ ഇതുണ്ട്. കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെയാണ് നമ്മൾ പാട്ട്, സ്തോത്ര കാഴ്ച, വേർഷിപ്പ്, എല്ലാം ചിട്ടയാണ്. ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിട്ടയോട് കൂടി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ആ ചിട്ടയോട് കൂടെ കാര്യങ്ങൾ പോകുമ്പോൾ തന്നെ അവിടെ ഒരു ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. സ്പിരിച്വൽ ഡിസിപ്ലിൻ. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ഇൻ എവറി ക്രിസ്ത്യൻസ് പേഴ്സണൽ ലൈഫ്. ആർ വി ഡിസിപ്ലിൻഡ്? ഹല്ലേലൂയ. വായിക്കുമ്പം വളരെ വ്യക്തമായിട്ട് പറയണം, ഇറ്റ് വാസ് എ പിവറ്റൽ മൂമെൻറ്റ് ഫോർ ഇസ്രായേൽ. ഇസ്രായേലിന് ഒരു വളരെ നിർണായകരമായ ഒരു സാഹചര്യം ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുമായിരുന്നുവെന്ന് 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഫെലിസ്ത്യർ വളരെ കോഷ്യസായിട്ട്, കെയർഫുള്ളായിട്ട് ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ, സ്തോത്രം. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഓർക്കണം.
ശത്രു വളരെ കെയർഫുള്ളായിട്ട് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ല. ഹല്ലേലൂയ. ചില ദിവസങ്ങളൊക്കെ ഒരു ചെറിയൊരു മടുപ്പ് വരുമ്പോൾ പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കും, എവിടെയോ പ്രാർത്ഥനയുടെ ടൈം കുറഞ്ഞോ, വേദപുസ്തക പഠനം ധ്യാനിക്കുന്നതിൽ സമയം കുറഞ്ഞോ. ഇതൊക്കെ ഒരു ചെക്ക് പോയിൻറ്റ്സാണ് കേട്ടോ. ഇതൊക്കെ ഒരു ചെക്ക് പോയിൻറ്റ്സാണ്. വി നീഡ് ടു റിമൈൻഡ് അവർ സെൽസ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഇതിൻ്റെ തെർമോമീറ്റർ എന്തെങ്കിലും ഒരു അപ്പററ്റസ് അതിനായിട്ട് ഉപയോഗിക്കണം. ആ അപ്പററ്റസിൻ്റെ പേരാണ് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. Am I going in the right direction? If it is not, then we need to make some corrections. Hallelujah. ശമൂവേലിനെ ഇവിടെ നമ്മൾ വായിച്ച ഭാഗം, ശമൂവേൽ ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം. പിന്നെ ശമൂവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകളെ തുറന്നു. എന്നാൽ ദർശനം ഏലിയെ അറിയിപ്പാൻ ശമൂവേൽ ശങ്കിച്ചു. ഒരു വലിയ ദർശനം ഈ ബാലൻ കാണുകയാണ്. ദി ക്വസ്റ്റ്യൻ ഇസ്, ദൈവം നമ്മോട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ദർശനത്തിൽ കൂടെ നമ്മെ റിമൈൻഡ് ചെയ്തിട്ടുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ, ഇപ്പം ഇന്ന് കർത്താവിൻ്റെ മേശയുണ്ട്. കർത്താവിൻ ദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ വളരെ വ്യക്തമായി ഇപ്പോൾ അവിടെ ചുമതലപ്പെട്ടവർ അതിനുള്ള ഭാഗം പറയുമ്പോൾ അവർ വായിക്കും. അപ്പോൾ അവർ പറയും, നിങ്ങൾ ഈ വായിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം, എന്നിട്ട് ഇതിൽ പങ്കാളിയാവാൻ പറ്റും. അപ്പോൾ അതൊരു നോമാണ് അല്ലേ. ഇറ്റ്സ് എ ഫോർമാലിറ്റി വിച്ച് യു നീഡ് ടു ഫുൾഫിൽ ബിഫോർ യു പാർട്ടേക്ക് ദ ലോർഡ്സ് ടേബിൾ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ കർത്താവെ, നീ എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചായിരുന്നോ? വചനത്തിൽ കൂടെ ഞാൻ എന്തെങ്കിലും കേട്ടോ? വചനത്തിൽ കൂടെ എനിക്ക് എന്തെങ്കിലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞോ? എനിക്ക് എന്തൊക്കെയോ തോന്നിയല്ലോ കർത്താവേ, എനിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടല്ലോ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലും പുറകോട്ട് പോകുന്നതായിട്ട് ഒരു ചെറിയ ഫീൽ എനിക്കുണ്ടല്ലോ. നാം നമ്മെ തന്നെ വിധിച്ചാൽ നാം വിധിക്കപ്പെടുകയില്ല. അപ്പോൾ ഈ ദർശനം ഏലിയെ അറിയിച്ചു. ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അവൻ്റെ മേൽ അത്യന്തം പറയുന്നുണ്ട്. 12-ാം വാക്യം, ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തൊക്കെ ഞാൻ അന്ന് അവൻ്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വായിച്ച എന്തൊക്കെയായിരുന്നു സംസാരിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ദാറ്റ്സ് നോട്ട് എ ഗുഡ് ന്യൂസ്, ദാറ്റ് ഈസ് റിയലി എ ഫ്രൈറ്റനിങ് ന്യൂസ് അല്ലേ. ഭയപ്പെടുത്തുന്ന ആലോചനയായിരുന്നു. നമുക്കൊക്കെയും ഇത് കടന്നു വരാം. ഹല്ലേലൂയ. നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മീയ ജീവിതം പുറകോട്ട്. കർത്താവിൻ ദാസൻ സജി പാസ്റ്റർ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഐ ഓൾവേസ് ലിസൺ ടു ദാറ്റ്. അതെപ്പോഴൊക്കെ കേൾക്കുമ്പോഴും എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു കുറ്റബോധം തോന്നാറുണ്ട്, അല്ലെങ്കിൽ എവിടെയോ ഒരു കുറവുണ്ടെന്ന്. ആത്മീയ ജീവിതമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അതേ നമ്മളെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കത്തുള്ളൂ, അതേ നമ്മളെ നിലനിർത്തത്തുള്ളൂ. ആ കാര്യത്തിൽ വീഴ്ച വന്ന ഒരു കുടുംബമാണ് ഇവിടെ നാം 1, 2, 3 അധ്യായത്തിൽ കാണും. 4-ാം അധ്യായത്തിൽ അതിൻ്റെ പൂർണ്ണത വരുന്നത് കാണുവാൻ നമുക്ക് കഴിയും. അപ്പോൾ ഫെലിസ്ത്യർ അറ്റാക്ക് ചെയ്യാനായിട്ട് അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക. ആമേൻ, സ്തോത്രം. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് മോശ അത് കഴിഞ്ഞു വന്ന ആ രാജാവ് അത് ഫുൾഫിൽ ചെയ്യേണ്ട, അത് ചെയ്തില്ല. അമാലക്കൈറ്റ്സ് അവരെപ്പോഴും വളരെ കെയർഫുള്ളായിരുന്നു. ഇവരെപ്പം വീക്കാവുമോ അപ്പോഴേ അവർ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അതും പുറകിൽ നിന്നേ അറ്റാക്ക് ചെയ്യത്തില്ല. കാരണം വെച്ചാൽ പുറകിൽ പോകുന്നവർ അതിനകത്ത് അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ വായിക്കാമല്ലോ, ആവർത്തന പുസ്തകം, സംഖ്യ, ലേവിയൊക്കെ വായിക്കുമ്പം പുറപ്പാടിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുറകിൽ പോകുന്നവർ ഇച്ചിരി എനർജറ്റിക് ആയിരിക്കത്തില്ല, ഇച്ചിരി പ്രായമുള്ളവരും വീക്കായിട്ടുള്ളവരും ഒക്കെ ആയിരിക്കും. അവരെ അറ്റാക്ക് ചെയ്ത് മുമ്പോട്ട് കയറുക. സോ സ്പിരിച്വലി ഇത് തന്നെ സംഭവിക്കുന്നത്. വീക്കായിരിക്കുമ്പോഴാണ് നമ്മൾ അറ്റാക്ഡ് ആകുന്നത്. നമ്മൾ സ്ട്രോങ് ആയിരിക്കുമ്പോൾ അറ്റാക്ഡ് ആകത്തില്ല. മോശയുടെ കൈ ഉയർന്നിരുന്നപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ഹി വാസ് പ്രൊക്ലെയിമിങ് ദ പവർ ഓഫ് ഗാഡ്. മോശ ആ കരങ്ങൾ ഉയർത്തി പിടിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം, അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടായിരുന്നു ആ കരം ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം അവിടെ ഉയർത്തപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ജനം, ഇസ്രായേൽ മക്കൾ ജയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതൊരു വളരെ
നാം ചിന്തിക്കേണ്ടതായ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചിന്തിക്കേണ്ടതായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യമായിരുന്നു. കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈലൈ ഈസ് എ വെരി വെരി ഡേഞ്ചറസ് തിങ്. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ്. ഒന്നാമത് ഇതൊരു കൊച്ചു ചെറുക്കനാണ്. ഇത്രയും സീനിയോറിറ്റി ഉള്ള, നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ എഴുതിയിട്ടുണ്ട്. ഹി വാസ് ഇൻ ഹിസ് 90s. അത്രയും ഉള്ള വലിയ വല്യപ്പൻ്റെ പ്രായമുള്ള ഒരു വ്യക്തിയോട് ഈ മേൽപ്പറഞ്ഞ 3-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതലുള്ള വാക്യങ്ങൾ ഉള്ള ദൈവ ആലോചനയൊന്നും പറയാൻ പറ്റത്തില്ല. ഹി വാസ് സ്കേർഡ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ പറ്റുന്ന ഒരാളല്ല. ഈ ശമൂവേൽ ബാലനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ശമൂവേലിനെ സംബന്ധിച്ച് കുറച്ച് നാളായിട്ട് അവിടെ ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപകടകരമായ ഒരു അപകട സൂചനയൊക്കെ ഇത് ഈ യൗവനക്കാരൻ അല്ലെങ്കിൽ ഈ കൊച്ചു പയ്യൻ്റെ മനസ്സിൽ, ഈ ബാലൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം. ഹല്ലേലൂയ. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ കാര്യമാണ്. ഈ സ്പീക്കിംഗ് ടു മീ. എൻ്റെ നെയ്ബറിനെ കുറിച്ച് സംസാരിക്കണേ ഞാൻ പ്രവാചകനൊക്കെ ആയിരിക്കണം. അത്രയൊന്നും അപ്ഗ്രേഡഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട്, പക്ഷേ വീഡിയോ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ് വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇടാൻ തക്കവണ്ണം അത്ര ഞാൻ ആയിട്ടില്ല എന്ന് പറയും. കാരണം എനിക്ക് എൻ്റെ കപ്പാസിറ്റി അറിയാം. ഐ ആം നോട്ട് ദാറ്റ് ഗ്രോൺ. എനിക്ക് ഒരു ലിമിറ്റേഷനുണ്ട്. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ച് അതൊന്നും പറയാനുള്ള കപ്പാസിറ്റി ഒന്നും ആയിട്ടില്ല. പക്ഷെങ്കിൽ ഇത് പറഞ്ഞേ മതിയാകൂ. അവനത് മറച്ചു വെക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഈ ആലോചന കേട്ട് ഏലിയുടെ ഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെയും ഹല്ലേലൂയ ഒരു കൊച്ചു ബാലനായിരുന്നുകൊണ്ട് പറയാൻ പറ്റാതെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഹല്ലേലൂയ ദൈവം വീണ്ടും സംസാരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങളൊക്കെ വീണ്ടും വീണ്ടും ദൈവം സംസാരിക്കുന്നതും ദൈവം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും, ദൈവദാസന്മാർ റിപ്പീറ്റഡായിട്ട് പറയുന്ന വാക്യങ്ങളൊക്കെയും ഒന്ന് കുറിച്ച് വെച്ചേക്കണം. അല്ലെങ്കിൽ അതൊരു വലിയ പ്രയാസം വരും. കാരണം ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞുകൊണ്ട് രാജാവിനോട് അയ്യോ ഞാൻ അബദ്ധം പറ്റിപ്പോയെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. അങ്ങനെ ഒരു കാര്യമില്ല. ദർ ഇസ് നോ സച്ച് തിങ്. വെൻ വി പ്രസൻറ്റ് ourselves ബിഫോർ ദ മോസ്റ്റ് ഓണറബിൾ പവർഫുൾ പേഴ്സൺ ഇൻ ദിസ് വേൾഡ്, അല്ലേ, ഈ ലോകത്തുള്ള ഏറ്റവും ശക്തനായ അധികാരമുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കും. നമ്മളൊരു വാക്ക് എന്താ ചെയ്യുന്നറിയോ? കഴിയുന്ന ആളുകൾ അവരങ്ങ് മിണ്ടാതിരിക്കും. കാരണം വെച്ചാൽ ഇത് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല. അതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഇയ്യോബായിരുന്നു. ഇയ്യോബ് പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ലെന്നാണ് പറഞ്ഞത്. അബ്രഹാം എൻ്റെ സ്നേഹിതൻ, ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുമോ എന്ന് ദൈവം പറഞ്ഞ് അബ്രഹാം പറയുന്ന ഒന്ന് ചോദിച്ചു, പിന്നെ പറഞ്ഞ് യജമാനൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ദേഷ്യപ്പെടുവോ? അവർക്കറിയാമായിരുന്നു ദൈവം ആരാണെന്ന്. ഇല്ലായ്മയിൽ നിന്നുള്ളതിനെ പോലെ വിളിച്ചു വരുത്തി തരുന്ന ഒരു ദൈവം. ആമേൻ, സ്തോത്രം. അതൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പിള്ളേരൊക്കെ തംസപ്പ് കാണിക്കും. ചില പിള്ളേരെ ഞാനിങ്ങനെ കാണിക്കും. ഇവരിവിടെ സൺഡേ വാക്യമൊക്കെ പറയുമ്പോൾ ഞാൻ ചിലരെയൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അവർ 2 പൊക്കി കാണിക്കും. ഒരു മിടുക്കരാണ്, നമുക്കിഷ്ടമാണ്. ബട്ട് ഹി ക്യാൻ ഓൾസോ ഡു ദി അതർ തിങ്സ് ഓൾ, അല്ലേ? ഇല്ലായ്മയെന്നുള്ളതിനെ പോലെ വിളിച്ചു വരുത്തി തരാം. ഉള്ളതിനെ ഉള്ളതുപോലെ അറിയുകയും ചെയ്യാൻ പറ്റും നമ്മുടെ ദൈവത്തിന്. അതെത്ര മറച്ചു വെച്ചാലും മറവായിരിക്കുകയില്ല. അതെപ്പോഴും നഗ്നവും മലർന്നതുമായിരിക്കും. അതാ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അവൻ്റെ മുമ്പിൽ ഒന്നും നമുക്ക് മറയ്ക്കാൻ പറ്റത്തില്ല. ഈ ബാലനായ ഈ ശുശ്രൂഷയിലോട്ട് ഇൻഡക്റ്റ് ചെയ്തേ ഉള്ളൂ. ഫുൾ സ്റ്റാറ്റസ് ഒന്നും കിട്ടിയില്ല, എല്ലാ സർട്ടിഫിക്കേഷനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെങ്കിൽ പുരോഹിതൻ അല്ലെങ്കിൽ മഹാപുരോഹിതൻ, അന്നത്തെ സോക്കോൾഡ് മഹാപുരോഹിതൻ പോലും ഇദ്ദേഹത്തെ സർട്ടിഫൈ ചെയ്തു. ഒരു കൊച്ചു ചെറുക്കൻ. അതിന് മുമ്പ് വന്ന് ചില ദൂതുകൾ, ചില പ്രവാചകന്മാർ പറഞ്ഞതാണ്. അതേ കാര്യം ഈ കൊച്ചു പയ്യൻ പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. ദൈവവചനം പുൾപിറ്റിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, അത് ദൈവവചനം തന്നെയാണ്. അവിടെ ഭോഷ്കൊന്നും പറയുന്നില്ല, അവിടെ ഭോഷ്കിൻ്റെ ആത്മാവില്ല.
അവിടെ നിന്ന് വരുന്നതെല്ലാം തിരുവചനമാണ്, ലോകകാര്യം പറയുന്നതല്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം എപ്പോഴും ദൈവവചനം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് എന്ത് ലഭിച്ചു എന്ന് പഠിക്കുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് ഇടയായി തീരട്ടെ. നമുക്ക് ഈ സംഭവത്തിലേക്കൊന്ന് കടന്നാൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒരു 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 വളരെ യൗവനക്കാരൻ, അവൻ്റെ അമ്മ, നമുക്കറിയാം അതിൻ്റെ 1-ാം അധ്യായമൊക്കെ, 1 ശമൂവേൽ 1-ാം അധ്യായം. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നേർന്നു. കറക്റ്റ് സമയമായപ്പോൾ നേർച്ചയൊക്കെ പൂർത്തിയാക്കാനായിട്ട് കൊണ്ടുവന്ന് ഇവനെ സമർപ്പിച്ചു, പള്ളിയിൽ കൊടുത്തു, കർത്താവിൻ്റെ സന്നിധി കൊടുത്തു. പക്ഷെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം, അന്നിരിക്കുന്ന നേതൃത്വത്തിനെ കുറിച്ചുള്ള ഭാവി കാര്യങ്ങൾ അറിയിക്കാൻ വന്നു എന്നാണ് ആ കാലഘട്ടത്തിലെ ജനം ചിന്തിച്ചത്. അങ്ങനെയൊന്നും അല്ലായിരുന്നു, അതിനേക്കാൾ വലിയ പദ്ധതികളുണ്ടായിരുന്നു. അപ്പോൾ ഈ മെസ്സേജ് കൊടുത്തത്, ഗോഡ് റിവീൽസ് ദാറ്റ് ഹി വിൽ ജഡ്ജ് ഇലൈസ് ഹൗസ്, അല്ലേ? ദൈവം വെളിപ്പെടുത്തി, ഏലിയുടെ ഗൃഹത്തെ ഞാൻ ന്യായം വിധിക്കും. അതൊന്നും പറയാനൊന്നും പറ്റത്തില്ല. എന്നോട് പറഞ്ഞ് ഞാൻ പറയത്തില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. ഞാൻ വേണേ സജി പാസ്റ്റർ ഇങ്ങനെ ഒരു പാസ്റ്റർ ഒന്ന് പറയാമെന്ന് ഞാൻ വേണേൽ ചോദിക്കും. സജി പാസ്റ്ററോട് പറയാൻ വരെയുള്ള ധൈര്യം എനിക്കുള്ളൂ, അതിൻ്റെ അപ്പുറത്തോട്ട് ധൈര്യമൊന്നും എനിക്കില്ല. ഒരു കോമൺ മാൻ്റെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവന് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ്. അവൻ ചെന്ന് പറഞ്ഞപ്പോൾ ഈ കാര്യം സംഭവിച്ചപ്പം പിറ്റേ ദിവസം വല്യപ്പച്ചൻ വലിയ തിരുമേനി വിളിച്ച് ചോദിച്ചു, എന്താ മോനെ? അപ്പം പരിങ്ങി കാണും. Then he demanded, come on, speak to me, അല്ലെങ്കിൽ ദൈവം നിന്നെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യം. അത് പുള്ളി പറഞ്ഞാൽ കറക്റ്റായിരുന്നു. ചില കാര്യങ്ങൾ മയത്തിലേ പറയാവൂ കേട്ടോ, ചുമ്മാ ചാടിക്കയറി പറയരുത്. അപ്പോൾ ദൈവം ഏതെങ്കിലും ആലോചനയൊക്കെ പറഞ്ഞാൽ ദൈവദാസന്മാരോ അല്ല അതിൻ്റെതായ പരിജ്ഞാനത്തോടെ അതൊന്ന് പറയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആദ്യം ദൈവം നമ്മളോട് തന്നെയാണ് പറയത്തുള്ളൂ കേട്ടോ, മറ്റുള്ളവരുടെ കാര്യം പറയുന്നതിനും നമ്മളോട് തന്നെയാണ് പറയുന്നത്. നമ്മോട് പറയുമ്പോൾ അതനുസരിക്കാനും അതേറ്റെടുക്കാനും അത് ഉൾക്കൊള്ളുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ശമൂവേലിൻ്റെ അടുത്ത കാര്യം അവൻ്റെ ഒബീഡിയൻസ് ആയിരുന്നു. ഹി വാസ് ഒബീഡിയൻറ്റ് ടു വാട്ട് ഗോഡ് വാസ് ഇൻറ്റൻറ്റഡ് ഹിം ടു ഡു. ഹല്ലേലൂയ. അവൻ്റെ ഒബീഡിയൻസ്, ഹല്ലേലൂയ. ആദ്യം നാം കാണുന്ന ഒബീഡിയൻസിന് മുമ്പ് അവന് ഹ്യൂമിലിറ്റി ഉണ്ടായിരുന്നു, താഴ്മയുണ്ടായിരുന്നു. നമുക്കൊക്കെ അങ്ങനെ ചിലപ്പോൾ ശുശ്രൂഷകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആളിലൊക്കെ വളരെ ഗൗരവത്തിലൊക്കെ സംസാരിക്കുന്ന, അവരുടെ ടോണൊക്കെ അങ്ങ് മാറും. എന്താ സഹോദര, സുഖമായിരിക്കുന്നു? എനിക്ക് ഇദ്ദേഹത്തോടൊരു കാര്യം അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാലേ അപ്പോൾ ആളങ്ങ് പേടിച്ചു പോകും. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? സൗമ്യമായിട്ട് he know for sure that God spoke to him very clearly. ഇല്ലേ? ദൈവശബ്ദം അവൻ കേട്ടവനാണ്. ആദ്യം മനസ്സിലായില്ല. പുരോഹിതൻ പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞു കൊടുത്തു, മോനെ അത് ദൈവമാണ് സംസാരിക്കുന്നത്, നീ അങ്ങ് കേട്ടാൽ മതി, ശ്രദ്ധിച്ച് കേൾക്കണേ എന്ന് പറഞ്ഞതുപോലെ കേട്ടു, ഒരു വ്യത്യാസവും വരുത്തിയില്ല. ആമേൻ, സ്തോത്രം. കേട്ടത് കറക്റ്റായിരുന്നു, എല്ലാം ശരിയായിരുന്നു. പക്ഷെങ്കിൽ സൗമ്യതയോടെ പറയുവാൻ ദൈവം അവന് ഒരു കൃപ കൊടുത്തു. ഈ ദിവസങ്ങളിൽ എപ്പോഴും നമ്മുടെ വാക്കുകളൊക്കെ ഉപ്പിനാൽ രുചി വരുത്തിയതായി തീരട്ടെ. ഞാൻ എപ്പോഴും വിചാരിക്കും, കർത്താവ് എൻ്റെ ടോണൊക്കെ ഇച്ചിരി ഹാർഡാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണും, എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ അതിനേക്കാൾ മോശമാണ്, ക്ഷമിക്കണം. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയും, കർത്താവ് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ എന്നെ സഹായിക്കണേ, എപ്പോഴും ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കാനൊന്ന് സഹായിക്കണമെന്ന് പറയും. അപ്പോൾ അതാ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നവർ. അപ്പം നമുക്ക് നമ്മുടേതായ ഡിഫെൻസീവ് മെക്കാനിസം ഒക്കെ അവിടെ അതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ അവൻ്റെ ഹ്യൂമിലിറ്റി ആയിരുന്നു, സൗമ്യതയോടെ ചെന്ന് ദൈവം പറഞ്ഞത് അനുസരിച്ച് അത് അറിയിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അത് കഴിഞ്ഞിട്ട് ശമൂവേലിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഇറ്റ് ഈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഏലി പറഞ്ഞു, ശമൂവേൽ പറഞ്ഞു, ഇറ്റ് ഈസ് ദ ലോർഡ്, ലെറ്റ് ഹിം ഡു വാട്ട് സീംസ് ഗുഡ് ടു ഹിം. ഹല്ലേലൂയ. അത് അവൻ പറഞ്ഞത് ദൈവഹിതം പോലെ സംഭവിക്കട്ടെ, ദൈവം പറഞ്ഞതാണല്ലേ. അങ്ങനെ ശമൂവേൽ സകലവും അവനെ അറിയിച്ചു, മറച്ചില്ല. എന്നറിയാൻ അവൻ യഹോവയല്ലോ, തൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് അത് ഏലിയ പറഞ്ഞത്. ദാറ്റ് ഷോസ് the sovereignty of God, acknowledging the sovereignty of God. ദൈവത്തിൻ്റെ ആ വല്ലഭത്വം അംഗീകരിക്കുന്ന
ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. ലെറ്റ് ഇറ്റ് ബി എനിത്തിങ് ഇൻ ആർ ലൈഫ്. എന്ത് സാഹചര്യം തന്നെ ആകട്ടെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വല്ലഭത്വം നാം അംഗീകരിക്കുമ്പോൾ അതൊരു വിടുതലായി നമുക്ക് മാറും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വല്ലഭത്വം അംഗീകരിക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം. ഹല്ലേലൂയ. അവൻ എന്തും പറയട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാം പല ഘട്ടങ്ങളിൽ ഇസ്രായേൽ മക്കളോട്, ദൈവദാസന്മാരോട്, ലീഡർഷിപ്പിനോടൊക്കെയും ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് തന്നെയാണ് പറയുന്നത്. അത് അംഗീകരിച്ച എല്ലാവർക്കും അത് അനുഗ്രഹമായിരുന്നു. മാനുഷികമായി നോക്കുമ്പോൾ അത് ഏറ്റവും നല്ല കാര്യമാണ്, അല്ലേ? അതിനൊരു വേറൊരു ഉദാഹരണം, അപ്പോസ്തലനായ പൗലോസ് റോമിലേക്കുള്ള തൻ്റെ യാത്രയിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് റോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ഒരു കപ്പൽ ഛേദമുണ്ടായി. വളരെ എല്ലാവരും തകർന്നു പോകുന്നുള്ള ഒരു സ്ഥിതി വന്നായിരുന്നു. ആമേൻ, സ്തോത്രം. പക്ഷേ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ ഉയർത്തിയ ഒരൊറ്റ വ്യക്തി ആ കപ്പലിനകത്തുണ്ടായിരുന്നു. പോൾ വാസ് ദ ഓൺലി പേഴ്സൺ who acknowledged the sovereignty of God. അത് പൗലോസ് അവരോട് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ ദൂതനെ എൻ്റെ അടുക്കൽ അയച്ച് എനിക്ക് പ്രത്യക്ഷനായി. ആദ്യം പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ മഹത്വമാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നുണ്ട്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും കാണും. ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴേ സ്നോ വീണ് കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറം നമുക്കറിയാം എന്താ ഈ ചെറിയ മിസ്റ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ. ഇതൊക്കെ പിക്ചേഴ്സിൽ, ഫോട്ടോയിൽ, അല്ലെങ്കിൽ പോസ്റ്റ് കാർഡ്സിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ സിനാരിയോ. ഹി ഗോട്ട് ദ ഹോൾ വേൾഡ്, അല്ലേ? എല്ലാം അവൻ്റെ കരങ്ങളിൽ. ആകാശം, ഞാൻ ആ വാക്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നാം എല്ലാ ദിവസവും ഇത് കാണുന്നത് കൊണ്ട് നമുക്കൊരു വിലയില്ല. കുറച്ച് നേരം ഇരിക്കുമ്പോൾ ചെറിയൊരു നടുവേനയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ആ എക്സസൈസ് ഒരാഴ്ചയായിട്ട് ചെയ്തില്ല ഈ കാലിൻ്റെ, അതുകൊണ്ട് വന്നതാണ്. ഞാൻ കർത്താവേ കുറച്ച് നേരം നിൽക്കണമല്ലോ, അപ്പോൾ ആ വേദനയൊന്ന് മാറ്റി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വേദനയില്ല. നമ്മൾ ശ്രദ്ധിച്ചോ? നമ്മൾ അക്നോളജ് ചെയ്തോ? ചെറിയ തലവേദന വരും, നമ്മളൊന്ന് പ്രാർത്ഥിക്കുക, അതങ്ങ് പോകും. അത് നിൽക്കുകയാണെങ്കിലോ, അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ് ഞാനും നിങ്ങളും. ഇൻഡിവിജ്വലി വി ആർ ഓൾ ബിഗ് എൻറ്റിറ്റീസ്. നമ്മളൊരു സംഭവമാണല്ലേ? ആമേൻ, സ്തോത്രം. അപ്പോൾ അവൻ്റെ മഹത്വത്തെ, അവൻ്റെ സോവറിനിറ്റിയെ, അവൻ്റെ വല്ലഭത്വത്തെ, അവൻ്റെ തേജസ്സിനെ, അവൻ്റെ മഹത്വത്തെ എല്ലാം അക്നോളജ് ചെയ്യുന്നവരായി തീരട്ടെ നാം. ഹല്ലേലൂയ. ഈ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ ഭക്തന്മാരൊക്കെയും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ നാമം വെളിപ്പെട്ട് വരട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച എല്ലാ ഭക്തന്മാരുടെയും ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരുന്നത്, അത്ഭുതകരമായി വഴി നടത്തപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്ന പഴയ നിയമത്തിലുള്ള ഇസ്രായേൽ മക്കളുടെ യാത്രയാണ്. പുതിയ നിയമത്തെ നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് ദൈവം നടത്തുന്നു. നമ്മൾ ഈ കർത്താവിൻ്റെ നമ്മുടെ ഗോസ്പെൽസ് വായിക്കുമ്പോഴൊക്കെയും എടുത്തു പറയുന്നതായ കുറേ ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണങ്ങളല്ല, ചില സംഭവങ്ങൾ. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ജനത്തെ നടത്തിയത്, സൗഖ്യം കൊടുത്തത്, ഫീഡ് ചെയ്തത്, ഇതൊക്കെ റിപ്പീറ്റഡായിട്ട് കേട്ട് നാം എപ്പോഴും നമുക്കൊരു മടുപ്പൊക്കെ ഉളവാക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഏത് സമയത്തും അത് വായിക്കുമ്പോൾ നാം ഊറ്റം കൊള്ളണം. അതേ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു, എൻ്റെ സമൂഹത്തിൽ നടക്കുന്നു, ഞാൻ ആയിരിക്കുന്ന സഭയിൽ നടക്കുന്നു, എൻ്റെ ഭവനത്തിനകത്ത് നടക്കുന്നുവെന്ന് നാം എപ്പോഴും പ്രഖ്യാപിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. Acknowledging the sovereignty of God in every situation. Acknowledging the power of God in our difficulties. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അതൊക്കെ എനിക്ക് വലിയ പ്രയാസമായിരുന്നു. എന്നോട് പല ദൈവദാസന്മാരും പല സ്നേഹിതരൊക്കെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയെന്ന്. വലിയ പ്രയാസമാണ് കേട്ടോ. ഇറ്റ്സ് ഈസി ഫോർ പീപ്പിൾ ടു സേ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട നിങ്ങൾക്ക് പറയാം കേട്ടോ,
എൻ്റെ വിഷമം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ ടോണി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. But you just cannot comprehend the situation I am going through. പക്ഷെ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഇങ്ങനെ, അതിവേഗത്തിൽ ഓടിപ്പോകും എൻ്റെ പ്രതികൂലങ്ങളെല്ലാം, എൻ്റെ എതിരുകളെല്ലാം അതിവേഗത്തിൽ മാറിപ്പോകും. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വം നാം അവിടെ അക്നോളജ് ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ നാമം അവിടെ ഉയർത്തുമ്പോഴൊക്കെയും ഹല്ലേലൂയ അവിടെ കടന്നു വരുന്ന ഒരു വലിയ അത്യന്ത ശക്തി. ആ അത്യന്ത ശക്തിയാണ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ അത്യന്ത ശക്തി. ആ ശക്തിയുടെ ഹല്ലേലൂയ ബലത്തിലാണ് നാം ഇന്നും ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി. ദൈവത്തിന് മഹത്വം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് വരും. ഒന്ന് ബൈഹാർട്ട് ചെയ്തോണം, നല്ല വാക്യം കേട്ടോ. പ്രയാസമൊക്കെ വരുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് റിസൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ദൈവത്തിൻ്റെ കോപം ദൈവജനത്തിന് വന്ന് അതങ്ങ് നശിച്ചു പോകാനല്ല. എന്തുവാ നമ്മൾ ഇപ്പം ഉള്ള സ്ഥലത്തിൻ്റെ എല്ലാം ഗസ അല്ലേ, ഗാസ എന്ന് ഇംഗ്ലീഷിൽ പറയും, ഗസ എന്ന് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ഗസ ആ ഭാഗത്തൊക്കെ നടക്കുന്ന നമുക്കറിയാം അല്ലേ. നമ്മൾ പറയും ഈ ഒരൊറ്റ ബോംബിട്ട് അവരെല്ലാം കൊന്നേക്കാം. അങ്ങനെയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. ആമേൻ, സ്തോത്രം. ആ ഗസ എന്ന് പറഞ്ഞ സ്ഥലം ഇനിയും ദൈവത്തിന് ഉപയോഗിക്കാൻ കിടപ്പുണ്ട്. നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ എല്ലാം അങ്ങ് തകർന്നു പോട്ടെ എന്ന് പറയുന്നതല്ല. ആമേൻ, സ്തോത്രം. ആ പ്രതികൂലങ്ങളെ മാറ്റി അവിടെ അനുകൂലമാക്കി തരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഈ 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1, 2, 3, 4 നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ ചേഞ്ച് വരുന്നുണ്ടല്ലേ. ഇൻഫാക്ട് ദാറ്റ് ഇസ് ഇറ്റ് ബിക്കേം എ പൊളിറ്റിക്കൽ ചേഞ്ച്. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ലോക ഭാഷയിലൊക്കെ പറഞ്ഞ മതപരമായ ഒരു വലിയ ചേഞ്ച് അല്ലേ. മത നേതൃത്വം മാറുകയായിരുന്നു. ഏലി കുടുംബത്തിന് പകരം ശമൂവേലായി പിന്നെ എല്ലാം ചെയ്യുന്നത് അല്ലേ. പൊളിറ്റിക്കൽ ഡിസിഷൻസ്, ഇക്കണോമിക്, എല്ലാ ഡിസിഷൻസും ശമൂവേലിൻ്റെ അടുത്ത് വന്നിട്ടേ പോകത്തുള്ളൂ. ദർശകനെ കണ്ട് കാര്യങ്ങളും ചോദിക്കാതെ ഒന്നും നടക്കത്തില്ല. വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നടക്കുക. നമ്മൾ ആലോചിച്ച് നോക്കി, ആ വലിയ ചേഞ്ച് ദീർഘനാൾ ഇസ്രായേൽ മക്കൾക്ക് സമാധാനം ഉണ്ടായിരുന്നു അല്ലേ. ശമൂവേൽ അവർക്ക് നായകനായി അല്ലെങ്കിൽ ലീഡറായി, പ്രവാചകനായി, ദർശകനായി അവരെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേലിന് ഒരു കുഴപ്പവും വന്നില്ല. ഇദ്ദേഹം ദാൻ മുതൽ ബേർഷേബ വരെ ഒരു ടൂർ അടിക്കും, ഒരു സർക്കിറ്റ്. നമ്മളെ നാട്ടിൽ പറയുന്ന സർക്കിറ്റ് എന്നുള്ളതല്ല, സർക്കിറ്റ്, ഒരു റൗണ്ട് ഇങ്ങനെ അടിച്ച് വരുമ്പോഴേക്കും അവിടെ എല്ലാം ന്യായപാലനമൊക്കെ നടത്തി എല്ലാം സെറ്റിൽ ചെയ്ത് എല്ലാവരെയും സത്യത്തിൽ നീതിയിലൊക്കെ നടത്തി ഇദ്ദേഹം വരും. നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പൊളിറ്റിക്കൽ ചേഞ്ച്, ഒരു ഭരണമാറ്റമൊക്കെ ആഗ്രഹിച്ച ജനം, അതുമൂലം ഇസ്രായേൽ മക്കൾ ഇന്നും കഷ്ടത അനുഭവിക്കുക. തിങ്ക് അബൌട്ട് ഇറ്റ്. അവർ ഡിസിഷൻസ് നോട്ട് ടു അക്നോളജ് ദ സോവറിനിറ്റി ഓഫ് ഗോഡ്. നമുക്കറിയാം, താഴോട്ടുള്ള അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അവരുടെ ആ ഡിസിഷൻ ദൈവത്തിന് പ്രയാസം ഉണ്ടാക്കി. അവർ പറഞ്ഞ ഒരു റീസൺ ആയിരുന്നു, എൻ്റെ മക്കളൊന്നും കറക്റ്റല്ല. അത് ശരിയാ, അത് തെറ്റൊന്നും അല്ലായിരുന്നു. പ്രൂഫുണ്ട്, പ്രിൻ്റഡ് പ്രൂഫുണ്ട്. ഇന്നത്തെ പോലെ ഫോട്ടോ, ഈ നല്ല ഫോണില്ലാത്തതുകൊണ്ടല്ലേ ഫോട്ടോയൊക്കെ വന്നേനെ. അവർ കറക്റ്റായിരുന്നു. അവർക്ക് കാശുണ്ടാക്കാനുള്ള ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. പക്ഷെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ വിഷമം തോന്നി ആർക്കായിരുന്നു? ദൈവത്തിനായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ദേവദാസന്മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണുമായിരിക്കും. അവരുടെ ഡിസിഷൻസൊക്കെ ചിലപ്പം മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ കാണും. ഒന്ന് അഡ്വൈസൊക്കെ ചെയ്താൽ അതൊക്കെ കറക്റ്റായി പോകാനൊക്കെ ഉള്ളതേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇറ്റ്സ് വാട്ട് ഐ ബിലീവ്. പക്ഷെങ്കിൽ അതിൻ്റെ മണ്ടേ കയറി പറയുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, അതൊരു ഡിസാസ്റ്ററിലേക്കേ പോകത്തുള്ളൂ. ഞാൻ ആരും പേടിപ്പിക്കാനൊന്നും പറഞ്ഞതല്ല, ഒരു ഫാക്റ്റ് പറഞ്ഞതേ ഉള്ളൂ.
അത് പിന്നെ വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിങ്ങനെ താഴോട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അവർ ദേ ഡിമാൻഡ് എ കിങ്. അവർ കരഞ്ഞിരുന്നു. അദ്ദേഹം പിന്നെ സത്യം പറഞ്ഞപ്പോൾ അയ്യോ ഞങ്ങൾക്ക് രാജാവ് വേണ്ടെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു ഇനി ഏതായാലും പോട്ടെ, ഒരു തീരുമാനം ഞാൻ എടുത്തു. അനുഭവിച്ചു. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ യു ലിവ് വിത്ത് യുവർ സിൻ ആൻഡ് ദേ ആർ സ്റ്റിൽ ലിവിങ് വിത്ത് ദാറ്റ് സിൻ. സിമ്പിൾ കാര്യമായിരുന്നു. ദൈവത്തിൻ്റെ സോവറിനിറ്റിയെ ഒന്ന് അല്പം കുറച്ച്. ദൈവം വേണം, അത് ആലയം വേണം, ദൈവം വേണം, അത് പ്രവാചകം വേണം, എല്ലാം വേണം. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ ഒരാൾ വേണം. അത് വേണം. അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ സണ്ണിച്ചായൻ ഇവിടുത്തെ വലിയൊരു ചർച്ചിൻ്റെ അഡ്മിനിസ്ട്രേറ്ററൊക്കെ ആയിരുന്നു. അഡ്മിനിസ്ട്രേഷൻ, ഭരണം എപ്പോഴും എൻ്റെ കയ്യിലിരിക്കണം. ഐ വിൽ ഡിസൈഡ്, ഐ വിൽ മേക്ക് ചേഞ്ചസ്, ഐ വിൽ ഡിസൈഡ് വാട്ട് ടു പ്രീച്ച്, വെൻ ടു പ്രീച്ച്, വെയർ ടു പ്രീച്ച്. ആ പ്രസംഗം ഇവിടെ അല്ലായിരുന്നു പറയേണ്ടത്, അവിടെ ആയിരുന്നു. ഓ സ്മാർട്ട് മാൻ, അക്നോളജിങ് ദ സോവറിനിറ്റി ഓഫ് ഗോഡ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ കോർ പോയിന്റ് ഡിസിപ്ലിന്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട. ഇവിടെയൊക്കെ നാം ഡിസിപ്ലിൻഡ് ആകേണ്ടതാണ്. ഹല്ലേലൂയ. ഇവിടെ വളരെ എഹെസ്കേൽ പ്രവചനം പറയുന്നുണ്ട്. എഹെസ്കേൽ പ്രവചനം 33:30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആരെല്ലാം എടുത്തെങ്കിൽ വായിച്ചോ, അല്ലേ ഞാൻ വായിക്കാം. എസെക്കിയേൽ ചാപ്റ്റർ 33 വേഴ്സസ് 30-33. അല്ല, മനുഷ്യപുത്ര നിൻ്റെ സുജാതിക്കാർ 30 മുതൽ 33 വരെ. വായിച്ചാട്ടെ. വെരി ലേറ്റസ്റ്റ് സ്റ്റേജ്. അതിൻ്റെ മുകളിലോട്ടൊക്കെ വായിച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പിടികിട്ടും. ഇവിടെ സമയപരിധി ഉള്ളത് കൊണ്ടാണ് റെഫറൻസ്. ഇതൊക്കെ നിങ്ങൾ റെഫറൻസ് എഴുതി വെച്ച് വീട്ടിൽ പോയി വായിക്കണം. എന്നാലേ ഇന്ന് നമ്മൾ അറ്റൻഡ് ചെയ്ത ബൈബിൾ സ്റ്റഡി നമുക്ക് പ്രയോജനമാകത്തുള്ളൂ. അപ്പം ഇദ്ദേഹം പറയുന്നത്, ഇവരൊരു പ്രവാചകന്, ഈസ് വെൽ നോൺ, വെൽ പെയ്ഡ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം, പ്രോഫറ്റ് എസെക്കിയേൽ. അപ്പോൾ ഇദ്ദേഹത്തോട് ചില ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ചർച്ചക്കാരൊക്കെ വന്ന്, എനിക്ക് വന്ന വീടിൻ്റെ മുറ്റത്ത് പുള്ളി വല്ല വീട്ടിൽ കൺവെൻഷൻ അങ്ങനെ ഏതാണ്ടൊരു മുറ്റത്ത് കൺവെൻഷൻ അങ്ങനെ ഏതാണ്ടൊരു സേ ഉണ്ടല്ലോ, മുറ്റത്തെ കൺവെൻഷനൊക്കെ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ കേൾക്കാൻ വരുന്നത്. അപ്പോൾ ഇവർ കേൾക്കാൻ വന്ന് ഇവർ കേട്ടിരുന്നിട്ട് ഇവരെന്തോ പറയുന്നെന്നൊക്കെ പറയും. പുള്ളി എന്നാ പറയുന്നത് കേൾക്കട്ടെ, നല്ല പാട്ടൊക്കെ പാടും, ഇച്ചിരി കട്ടയൊക്കെ പിടിക്കും, ഗിറ്റാർ ഭജന പോലെ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ കൊള്ളാം ആളെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോവും. എല്ലാം കേൾക്കും, അനുസരിക്കുന്നില്ല താനും. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ഏലിയുടെ ഭവനത്തിൽ ദൂത് പറഞ്ഞു. പുള്ളി പറഞ്ഞു ദൈവം നല്ല, ദൈവമല്ലേ പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചോട്ടെ എന്ന്. കറക്റ്റ് ചെയ്യാൻ ഞാൻ മനസ്സാക്കിയില്ല, കൂട്ടാക്കിയില്ല. അവർ അത് കേൾക്കും, ചെയ്യുന്നില്ല താനും. അങ്ങനെ എഹെസ്കേൽ പ്രവചനം പറയുന്നത്. അപ്പോൾ ഇതൊക്കെയും സംഭവിക്കുള്ളൂ. അതിൻ്റെ മുകളിൽ 33-ാം അധ്യായം ആദ്യം മുതലേ വായിക്കണം. സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ അവർ പറയും നമ്മുടെ മധ്യത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. പാസ്റ്റ് ടെൻസ്. പ്രസന്റ് പറയാൻ ആളില്ല. അയാൾ ജീവിച്ചിരിക്കുന്നെന്നല്ല ഞാൻ പറഞ്ഞേ. ഒരു പക്ഷെങ്കിൽ ആ സ്ഥലത്ത് ആ പ്രവാചകനില്ല. ഹീ ഈസ് നോട്ട് അവൈലബിൾ.
Where is the pastor? Oh, he is very busy. He is having a international preaching session. ഓ പുള്ളി ഇപ്പോൾ യൂറോപ്പിലാണ്. പുള്ളിയെ കിട്ടാ, അവിടെ ലൈൻ കിട്ടത്തില്ല, മീറ്റിംഗ് നടക്കുക. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു, അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ. അത് സംഭവിക്കുമ്പോൾ, ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഏലി പറഞ്ഞാണ്, ഈ ചെറുക്കൻ ഞാൻ വിചാരിച്ച പോലല്ല, ഇവൻ ശരിക്കൊരു പ്രവാചകനാണ്. ഇല്ലേ? ഫെലിസ്തീനരുടെ പാളയത്തിൽ സംഭവിച്ച വിവരം അറിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അത് കേട്ട് വീണ് നടുവൊടിഞ്ഞ് മരിച്ചുപോയി. ജനം പേടിച്ചു. ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യുവാൻ പറ്റിയൊരു സമയമുണ്ട്. ഇതിനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇതാകുന്നു സദ്വർത്തമാനകാലം, ഇതാകുന്നു സുപ്രസാദകാലം. This is the right time. Week after week we are getting advised or prompted to obey the word of God. നിർബന്ധിക്കപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും, ഇല്ലേ? എല്ലാ ഞായറാഴ്ചയും, എല്ലാ വചന ശുശ്രൂഷയിലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തണം, നാം ശുദ്ധീകരണം പ്രാപിക്കണം, നാം ദൈവഹിതപ്രകാരം നടക്കണം. ഇതൊരു വലിയ സംഭവമാണ്. അത് മത്തായിയുടെ സുവിശേഷം 5:29-30 വരെയുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ പറയുന്നുണ്ട്, നിൻ്റെ വലത്തെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നതിനെ എടുത്തും കളഞ്ഞേക്കണം. ഈ ഇടത്തെ കൈയാണ് പ്രശ്നമെങ്കിൽ അതിനെ കളഞ്ഞേക്കണം, അത് വെട്ടിക്കളയാനാണ് പറയുന്നത്. കണ്ണൊക്കെ ചൂഴ്ന്ന് കളയാനാണ് പറയുന്നത്. സി, ദാറ്റ്സ് ഒരു ടഫ് ഓർഡിനൻസാണ്, ഒരു ഹെവൻലി ഓർഡിനൻസാണ്. അല്ലേ? നിനക്ക് ഇടർച്ച വരും. ഒറ്റക്കണ്ണനായി പോകുന്നത് നല്ലത്, വികലാംഗനായി അവിടെ പോകുന്നത് നല്ലതാണ്. കാരണം എന്താണെന്നറിയോ? വികലാംഗത ഒന്നും ഇല്ലെങ്കിലുണ്ടല്ലോ, നീ അവിടെ പോകത്തില്ല. യു ആർ സ്ട്രേറ്റ് അവേ ഗോയിങ് ടു ഹെൽ. നേരെ പോകുന്ന സ്ഥലം വേറെയാണ്. അതല്ല നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയല്ല നാം രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഈ നല്ല കാര്യത്തിന് വേണ്ടി, ഈ നന്മയ്ക്ക് വേണ്ടിയാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. നന്മ പ്രവൃത്തി കൊണ്ട് രക്ഷിക്കപ്പെട്ടവരല്ല. നമുക്കൊരു ചാൻസ് കിട്ടി. ഇവിടെ ഇരിക്കുന്ന എത്രയോ പേരോട് ചോദിച്ചാൽ, ഞാൻ പേര് പറയുന്നില്ല, വ്യക്തിപരമായി എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ, ഞാൻ ഉൾപ്പെടെ. ആ കിട്ടിയ ചാൻസ് ബുദ്ധിപരമായിട്ട് അങ്ങ് ഉപയോഗിച്ചു. ദൈവം നീതിയായി കണക്കിട്ടു. എത്ര പേരെ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ ഒരുത്തൻ സ്തോത്രം ചെയ്താട്ടെ. ഒരു ചാൻസ് കിട്ടിയതാണ് എനിക്ക്. ഒരു CSI കാരൻ സഹോദരൻ എന്നോട് സുവിശേഷം പറഞ്ഞതാ. പണ്ടെങ്ങാണ്ട് VBS പോയപ്പോൾ കൈവക്കി യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ എഴുന്നേറ്റു കൂട്ടത്തിൽ അത് പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞു. അതാ രക്ഷാനിർണയം പ്രാപിച്ച എൻ്റെ ഓർമ്മയിലുള്ളത്. ഒരു ദിവസം ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിക്കണം. പ്രാർത്ഥന പറഞ്ഞു തന്നു. എന്നോട് പറഞ്ഞു, കർത്താവ് നിൻ്റെ ഹൃദയത്തിലുണ്ട്. ഇത് ആരെങ്കിലും പറഞ്ഞു തന്ന് ഏറ്റെടുക്കാൻ, ദൈവമേ നീ എനിക്ക് നല്ല ബുദ്ധി തന്നതിനായിട്ട് സ്തോത്രം. ആ നല്ല ബുദ്ധി ലഭിച്ച ദിവസത്തിനായിട്ട് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയുള്ള ആളുകളെ കണ്ടുമുട്ടിയ ദിവസത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ട ദിവസം എന്നാണ് പറഞ്ഞത്. നമുക്ക് പറയാൻ പറ്റും, ആ പുള്ളിയെ കണ്ടുകിട്ടി. എനിക്ക് ഓർമ്മയുണ്ട്, തലവടിക്കാരൻ നബിയെ കണ്ടുമുട്ടിയ ദിവസത്തിനായിട്ട് സ്തോത്രം. ജോർജ് എന്നോട് ചോദിച്ചാൽ ആരാ സഭോഷന്മാരെ? എനിക്കറിയത്തില്ല. ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, കടുത്ത യാക്കോബക്കാരനായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കടുത്ത അവരവരുടെ സഭയിൽ പിടിച്ചവരായിരുന്നു. ഓ, നമ്മളെന്ത് ഭാഗ്യമുള്ളവരാ. ആമേൻ, സ്തോത്രം. ഡിസിപ്ലിൻ, അനുസരിക്കുവാനുള്ള ബോധം, ഒരു ഡിസിപ്ലിൻ ഈ ദിവസം ഒന്ന് കൊണ്ടുവന്നാട്ടെ. അത് സഹോദരി പറയുന്നതായിരിക്കാം. അല്ല, സഹോദരി, നമ്മൾ ഭാര്യമാരെ എന്തൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്. ഭാര്യ പറയുന്നതായിരിക്കാം. എനിക്കത് പറയുന്ന വിഷമാണ്. ഭാര്യ പറയുന്നതായിരിക്കാം. ഒന്നനുസരിച്ചാട്ടെ. ഒന്ന് പറഞ്ഞ് ശരിയാ, ഒന്ന് ബ്രേക്ക് ഔട്ടി. അതിനകത്ത് വല്ല കാര്യമുണ്ട്. എല്ലാം ഒന്നും കേൾക്കണ്ട. ചിലപ്പോൾ അവർ പൊട്ടത്തരം പറഞ്ഞു തരും. അപ്പം പറഞ്ഞല്ലേ, ഏതായാലും ഒന്ന് കേൾക്കാം. എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല. സജി പാസ്റ്റർ പറഞ്ഞു, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഒന്ന് ചിന്തിച്ചേക്കാം. ചിന്തിക്കണം കേട്ടോ. ഹല്ലേലൂയ.
ആ ഡിസിപ്ലിൻ എടുത്തത് കൊണ്ടാണ് ഹല്ലേലൂയ ഈ രക്ഷയുടെ ഹല്ലേലൂയ മഹാസന്തോഷം ഇന്ന് നാം അനുഭവിക്കുന്നത്. ഈ രക്ഷയുടെ മഹാസന്തോഷമുള്ളതുകൊണ്ടാണ് നാം തകർന്നു പോകാതിരിക്കുന്നത്. ഈ രക്ഷയുടെ മഹാസന്തോഷമുള്ളതുകൊണ്ടാണ് വേദനയുടെ മധ്യത്തിലും ഒരു പ്രത്യാശ നമ്മെ ഭരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, പ്രിയ സണിച്ചായും കൂടും വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു, എങ്കിലും അവിടെ മുഖത്തൊരു പ്രത്യാശയുണ്ട്. ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഒരു പ്രത്യാശയൊക്കെ ഉണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം പൊട്ടിപ്പോകുന്നുണ്ട്, പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ട്, കണ്ണീര് വരുന്നുണ്ട്. എങ്കിലും മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. സ്തോത്രം ചെയ്താട്ടെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പാടും, തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നം. അനുസരിക്കുക, ഡിസിപ്ലിൻഡ് ആകുക. ഹല്ലേലൂയ. നമ്മെ തന്നെ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അത് നമുക്കൊരു അനുഗ്രഹമായി തീരും, വിടുതലായി തീരും. തലമുറകൾ അത് കണ്ടുപഠിക്കും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. എലെയാസറിനെ കണ്ടപ്പോൾ ഹല്ലേലൂയ ആത്മീയനായ ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ഹല്ലേലൂയ അബ്രഹാമിൻ്റെ വീട്ടിലെ മെയിൻ ചുമതലക്കാരൻ, കാര്യസ്ഥൻ എലെയാസർ, ദമ്മേശക്കുകാരനായ എലെയാസർ, ഹല്ലേലൂയ, അവനെ ലാബാൻ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, നീ എന്തിന് പുറത്ത് നിൽക്കുന്ന, നീ അകത്ത് വരിക. വർഷങ്ങളായി അവൻ ഡിസിപ്ലിൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുക, ജീവിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ യജമാനൻ കാണിച്ചു കൊടുത്ത നല്ല ചില പാതകൾ അവൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമുക്ക് ഡിസിപ്ലിൻഡ് ആകാം. നമ്മുടെ തലമുറകൾ അത് കണ്ടുപഠിക്കട്ടെ, അവരത് ഫോളോ ചെയ്യട്ടെ, അവർ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരട്ടെ. ഹല്ലേലൂയ. സ്വർഗരാജ്യം സന്തോഷിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റെടുക്കാം, മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.